ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം വെളിയേച്ചാൽ പൗരാവലി സംഘടിപ്പിച്ചിട്ടുള്ള ചാരിറ്റി സോക്കർ 2026-ന് തുടക്കമായി. ഏപ്രിൽ 19 മുതൽ 26 വരെയാണ് മത്സരങ്ങൾ നടത്തപ്പെടുക. വെളിയേച്ചാൽ ഫ്ലഡ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മത്സരങ്ങളുടെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ യു ഷറഫ് അലി നിർവഹിച്ചു. ഉദ്ഘാടന ദിനം മത്സരത്തിൽ പെരിയാർ റൈസ് കാലടിയെ ഹലോ കൊച്ചിൻ 1-നെതിരെ 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒരു നാട് ഒന്നടങ്കം ഒരുമിക്കുകയാണ്. 2014 മുതൽ നടത്തിവരുന്ന വെളിയേച്ചാൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ചാരിറ്റി ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. ഞായറാഴ്ച വൈകിട്ട് 9 മണിയോടെ ആരംഭിച്ച മത്സരങ്ങളുടെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ യു ഷറഫ് അലി നിർവഹിച്ചു. എന്റെ സുഹൃത്തും സഹപാഠിയുമായ ബേബി ജോസഫ്, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കായിക താരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വെളിയേച്ചാൽ ജനകീയ മുന്നണി സംഘടിപ്പിക്കുന്ന പൗരാവലി സംഘടിപ്പിക്കുന്ന ഈ ചാരിറ്റി ഫുട്ബോൾ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. വെളിയേച്ചാൽ ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന മത്സരങ്ങൾ 26 ഞായറാഴ്ച വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിൽ 8 ടീമുകളാണ് അണിനിരക്കുക. ഞായറാഴ്ച നടന്ന ഉദ്ഘാടന മത്സരത്തിൽ പെരിയാർ റൈസ് കാലടിയും ഹലോ കൊച്ചിനുമാണ് മത്സരത്തിനിറങ്ങിയത്. വിജയികൾക്കായി കളപ്പുരയ്ക്കൽ KM ചാക്കോ മേരി ദമ്പതികളുടെ അനുസ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഒപ്പം ഓലിയപ്പുറം OK കുര്യാക്കോസ് ബ്രജിത ദമ്പതികളുടെ അനുസ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള റണ്ണേഴ്സ് ട്രോഫിയും ക്യാഷ് അവാർഡുമാണ് വിതരണം ചെയ്യുക. പൗരാവലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ കാണികളായി ആദ്യ ദിവസം തന്നെ നിരവധി പേർ എത്തി. പാസ് മൂലമാണ് പ്രവേശനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രദേശത്തു തന്നെയുള്ള സ്കൂളിലെ കുരുന്നുകളാണ് താരങ്ങളെ കളിക്കളത്തിലേക്ക് ആനയിച്ചത്. ഇരു ടീമുകളിലുമായി അണിനിരുന്ന വിദേശ താരങ്ങൾ കൗതുക കാഴ്ചയായി. തുടർന്ന് ഉദ്ഘാടകനും മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റനുമായ യു ഷറഫ് അലി കിക്ക് ഓഫ് കർമ്മം നിർവഹിച്ചു. ആദ്യ മത്സരത്തിൽ പെരിയാർ റൈസ് കാലടിയെ ഹലോ കൊച്ചിൻ 1-നെതിരെ 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിൽ വെളിയേച്ചാൽ സെന്റ് ജോസഫ്സ് പള്ളി വികാരി ഫാദർ ജോൺ പിച്ചാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വെളിയേച്ചാൽ പൗരാവലി ചെയർമാൻ അഡ്വക്കേറ്റ് ജോബി സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ ബേബി മാത്യു, ആന്റണി ഓലിപ്പുറം, ബിനോയ് ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, ഫാദർ ജോസ് കുന്നപ്പള്ളി, വൈശാഖ് വിശ്വനാഥ്, ജോയ് എലിച്ചിറ, ബിനു ചെറിയാൻ, ജോയ് അവരാപ്പാട്ട്, രാജൻ അറമ്പങ്കുടി, ജോസ് പിച്ചാട്ടുകുടി, രാജു പള്ളിത്താഴം, KP ആന്റണി, ജോജി സക്കറിയ, ജോസ് ജോർജ് ഓലിയപ്പുറം, ജാൻസി ജോയ്, ഡോക്ടർ ജോർജ് കുട്ടി അറമ്പൻകുടിയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.